നമസ്കാരം. അസീം മുനീറിനെ കൊല്ലാൻ മൊസാദ് തയ്യാറെടുക്കുന്നു. അസീം മുനീറിന്റെ നാളുകൾ എണ്ണപ്പെട്ടു. പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള ജനറൽ അസീം മുനീറിനെ അന്താരാഷ്ട്ര സുരക്ഷാ വിദഗ്ധരും വിമർശകരും പല വിശേഷണങ്ങൾ കൊണ്ട് പറയാറുണ്ട്. അതിലൊന്ന് കോട്ടിട്ട ബിൻ ലാദൻ എന്നുള്ള. അങ്ങനെ പറയുന്നതിന്, അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള കാരണങ്ങളൊന്നും ഉണ്ട് എന്ന് കൂടി പറയട്ടെ. ഭീകരവാദ അനുകൂല നിലപാടുകളും ലോകരാജ്യങ്ങൾക്ക് നേരെ നടത്തിയ ആണവായുധ ഭീഷണികളും അസീം മുനീർ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയെ ആ പേരിന് അർഹനാക്കിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പെന്റഗണിലെ മുൻ ഉദ്യോഗസ്ഥനും പ്രമുഖ സുരക്ഷാ നിരീക്ഷകനുമായിട്ടുള്ള മൈക്കൽ റൂബിൻ ഉൾപ്പെടെയുള്ളവരാണ് അസീം മുനീറിനെ കോട്ടിട്ട ബിൻ ലാദൻ എന്ന് പരസ്യമായിട്ട് വിമർശിച്ചിട്ടുള്ളത്. അമേരിക്കയിലെ ഫ്ലോറിഡയിലെ താമ്പയിൽ നടന്ന ഒരു പരിപാടിയിൽ അസീം മുനീർ ലോകരാജ്യങ്ങൾക്ക് നേരെ ആണവ ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ഒരു ആണവ രാജ്യമാണ്, ഞങ്ങൾ തകരുന്ന അവസ്ഥ വന്നാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ ഒപ്പം തകർക്കുമെന്നായിരുന്നു ആ പ്രസ്താവന. ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത ആഗോള ഭീകര സംഘടനയായിട്ടുള്ള അൽ ഖായിദയുടെയും ICSന്റെയും തലവന്മാരുടെയും സമാധാനമായിട്ടുള്ള ഇത്തരം ഭീകര ഭാഷയാണ് ഈ വിശേഷണത്തിന് വഴിമാറ്റിയത് എന്നുള്ളതാണ്. ഒസാമ ബിൻ ലാദൻ ഗുഹകളിലും രഹസ്യ താവളങ്ങളിലും ഇരുന്ന് ഭീകരവാദം പടർത്തിയപ്പോൾ അസീം മുനീർ കോട്ടും ടൈയും ധരിച്ച് കൊട്ടാര സമാനമായിട്ടുള്ള സൈനിക ആസ്ഥാനത്തിരുന്ന് ഭീകരവാദികളെ സംരക്ഷിക്കുകയാണ്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ലഷ്കർ എ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾക്കും ഹമാസ് പ്രതിനിധികൾക്കും പാക് സൈന്യത്തിന്റെ തണലിൽ പരസ്യമായിട്ട് പ്രവർത്തിക്കുവാൻ മുനീർ അനുവാദം നൽകുകയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 28 പേരുടെ മരണത്തിനിടയാക്കിയ വലിയ ഭീകരാക്രമണത്തിന് പിന്നിൽ അസീം മുനീറിന്റെയും പാക് സൈന്യത്തിന്റെയും നേരിട്ടുള്ള പങ്കുണ്ടെന്ന് അന്താരാഷ്ട്ര ഇന്റലിജൻസ് ഏജൻസികൾ ആരോപിച്ചിരുന്നു. ഇന്ത്യൻ അണക്കെട്ടുകൾ തകർക്കുമെന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നുമുള്ള മുനീറിന്റെ പ്രസ്താവനകൾ ഒരു തീവ്രവാദിയുടെ ചിന്താഗതിക്ക് തുല്യമാണെന്ന് വിമർശകരടക്കം അന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ കോട്ടിട്ട തീവ്രവാദിക്ക് ഇനി കാര്യങ്ങൾ പഴയതുപോലെ എളുപ്പമാവില്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. കാരണം ഹമാസ് ബന്ധം മൂലം ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളിയായിരിക്കുകയാണ് അസീം മുനീർ. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ പാക് സൈന്യത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ചകൾ നടത്തുമ്പോഴും മറുവശത്ത് അസീം മുനീർ ഹമാസ് നേതാക്കൾക്ക് പാകിസ്ഥാനിൽ സുരക്ഷിത താവളമൊരുക്കുകയായിരുന്നു. ഹമാസിനെ നിരായുധീകരിക്കുക എന്നത് പാകിസ്ഥാന്റെ ഉത്തരവാദിത്തമല്ല എന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചത് ഹമാസിനോടുള്ള സൈന്യത്തിന്റെ മൃദു സമീപനം വ്യക്തമാക്കുന്നു എന്ന് പറയട്ടെ. അസീം മുനീറും ഹമാസും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് കാരണമാണ് ഗാസയിൽ അന്താരാഷ്ട്ര സമാധാന സേനയിൽ പാകിസ്ഥാൻ സൈന്യത്തെ ഉൾപ്പെടുത്തുവാനുള്ള നീക്കത്തെ ഇസ്രായേൽ വളരെ ശക്തമായിട്ട് എതിർത്തത്. ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു രാജ്യത്തിന്റെ സൈന്യത്തെ ഗാസയിൽ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കാൻ കാരണം പോലും മുനീറിന്റെ ഈ ഹമാസ് അനുകൂല നിലപാടുകളായിരുന്നു എന്ന് പറയട്ടെ. മൊസാദിന്റെ റഡാറിൽ മുനീറും പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ വധിക്കാൻ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായുള്ള മൊസാദ് ഗൂഢാലോചന നടത്തിയെന്ന വാർത്ത പുറത്തു വരുന്നു. ഒരു ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകൻ ഉന്നയിച്ച സ്ഥിരീകരിക്കാത്ത വെളിപ്പെടുത്തലുകളാണിതെന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. പാകിസ്ഥാന്റെ സുരക്ഷാ അധികൃതർ ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ബ്രസീലിയൻ ജിയോ സ്ട്രാറ്റജിക് വിദഗ്ധനും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവുമായിട്ടുള്ള പെപ്പെ എസ്കോബാറാണ് രാഷ്ട്രീയ നിരീക്ഷകനായുള്ള മാരിയോ നോഫൽ എക്സ് പ്ലാറ്റ്ഫോമിൽ നടത്തിയ പോഡ്കാസ്റ്റ് ചർച്ചയിൽ ഈ ആരോപണം വളരെ കൃത്യമായി ഉന്നയിച്ചത്. സ്വിറ്റ്സർലൻഡിലെ ബർഗൻസ്റ്റോക്ക് റിസോർട്ടിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാൻ പാക് സംഘം എത്തിയ സമയത്താണ് മൊസാദ് ആക്രമണം ആസൂത്രണം ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ഇതാണ് പെപ്പെ ആരോപിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം മൊസാദ് തയ്യാറാക്കിയ പദ്ധതിയാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പാക് മിലിറ്ററി ഇന്റലിജൻസ് ഈ വധശ്രമ ഗൂഢാലോചന മുൻകൂട്ടി കണ്ടെത്തി എന്നുള്ള കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഒമാൻ വഴി ഇസ്രായേലിന് പാകിസ്ഥാൻ കടുത്ത മുന്നറിയിപ്പ് നൽകിയതായിട്ട് മാധ്യമ പ്രവർത്തകരടക്കം പറയുകയും ചെയ്യുന്നു. പ്രതിനിധികളെ തൊട്ടാൽ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുളച്ചു നിൽക്കുമെന്നായിരുന്നു സന്ദേശമെന്ന് കൂടി ആ റിപ്പോർട്ടിൽ പറയുകയാണ്. എന്നാൽ ഈ വാർത്ത പാകിസ്ഥാൻ നിഷേധിച്ചിരിക്കുകയാണ്. കാരണം അടിസ്ഥാനരഹിതമായുള്ള കെട്ടുകഥയാണ് എന്ന് പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിനോട് പ്രതികരിക്കുന്നു. പ്രധാനമന്ത്രിയുടെയും സൈനിക മേധാവിയുടെയും സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിൽ യാതൊരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നും സ്വിസ് സുരക്ഷാ ഏജൻസികളെ അല്ലെങ്കിൽ അമേരിക്കൻ ടീമോ വധശ്രമം സംബന്ധിച്ച് യാതൊരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഈ വാർത്തയെ വെറും അസംബന്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ സംഭവം ചിലപ്പോൾ കെട്ടുകഥയാവാം. പക്ഷേ മൊസാദിന്റെ റഡാറിൽ അസീം മുനീർ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് പറയട്ടെ. കാരണം ഇന്ന് ആഗോള ഭീകരവാദികളുടെ ദല്ലാൽ പണിയെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ആദ്യത്തെ പേര് വരുന്നത് അസീം മുനീറിന്റെതാണ്. ഹമാസിന് ഇപ്പോൾ പാകിസ്ഥാനിൽ താവളമൊരുക്കി കൊടുക്കുന്ന അസീം മുനീർ ആണ് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമടക്കം ഉയർന്നു വരുന്നത് അവിടെയാണ്. പാകിസ്ഥാന്റെ മണ്ണിൽ ഹമാസിനെ എത്തിച്ചത് ആരാണ് സത്യത്തിൽ? അടുത്ത കാലം വരെ ഹമാസിന് പശ്ചിമേഷ്യക്ക് പുറത്ത് എവിടെയും സുരക്ഷിത താവളങ്ങൾ ഇല്ലായിരുന്നു. ഇപ്പോൾ അവർ പാകിസ്ഥാനിൽ എത്തിയെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ നടത്തിയ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളെ മാതൃകയാക്കി ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലും
സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിടുന്നതായിട്ടാണ് ഇസ്രായേൽ സ്ഥാനപതി അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇത് അസീം മുനീർ അറിയാതെ നടക്കില്ല എന്ന് ഇസ്രായേലിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. കാരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ആണെങ്കിലും അവിടെ ഭരിക്കുന്ന സത്യത്തിൽ പട്ടാള മേധാവിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ലഷ്കർ എ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുമായിട്ട് ഹമാസ് നേതാക്കൾ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയതായിട്ട് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് ഖാലിദ് ഖദ്ദൂമി, ഖാലിദ് മിഷാൽ തുടങ്ങിയ മുൻനിര ഹമാസ് നേതാക്കൾ ബംഗ്ലാദേശിലെയും പാകിസ്ഥാന്റെയും തീവ്ര നിലപാടുള്ള സംഘടനകളുടെയൊക്കെ റാലികളിലും മതപരമായിട്ടുള്ള ചടങ്ങുകളിലും പങ്കെടുത്തു. പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ മതസംഘടനയുടെ ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് ഹമാസിന് പ്രത്യേകമായുള്ള രാജ്യം തുറക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. പാകിസ്ഥാനിലെ ബഹവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം സന്ദർശിച്ചപ്പോൾ ജനറൽ അസീം മുനീർ നേരിട്ട് ഉദ്ഘാടനം ചെയ്ത പാക് സൈന്യത്തിന്റെ കോംബാറ്റ് സിമുലേഷൻ സെന്റർ ഹമാസ് സംഘം സന്ദർശിക്കുകയും പരിശോധിക്കുകയും ചെയ്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അസീം മുനീറിന്റെ തണലിൽ ഹമാസും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ലഷ്കർ എ തോയ്ബയും തമ്മിൽ പുതിയ ഭീകര സംഘം രൂപപ്പെടുന്നതായിട്ട് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പാകിസ്ഥാനിലെ ഗുജറാൻവാലയിൽ ലഷ്കറിന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഹമാസ് കമാൻഡർ നാജി സഗീർ പരസ്യമായിട്ട് വേദി പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇവരുമായിട്ട് എല്ലാ പൊതുബന്ധമുള്ള ഏക വ്യക്തി എന്നത് അസീം മുനീറാണ്. അയാൾ അറിയാതെ പാക് പട്ടാളത്തിലെ ഒരു ഈച്ച പോലും അടങ്ങില്ല. ഇപ്പോഴും ഹമാസിന് ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പൊ ഗാസയിലെ യുദ്ധ സാഹചര്യങ്ങൾ മുൻനിർത്തി പാലസ്തീനികൾക്കുള്ള മാനുഷിക സഹായം എന്ന വ്യാജേന പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകൾ വലിയ തോതിൽ ഫണ്ട് ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലഷ്കർ എ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾ മസ്ജിദ് നിർമ്മാണം, ശീതകാല കിറ്റുകൾ തുടങ്ങി ഇതൊക്കെ വിതരണം ചെയ്യൽ എന്നിവയുടെയൊക്കെ പേരിൽ ഈ രാജ്യങ്ങളിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്നൊക്കെ, വിദേശങ്ങളിൽ നിന്നൊക്കെ പണം പറ്റിക്കുന്നു, അല്ലെങ്കിൽ പണം പിരിവിനെടുക്കുന്നു. അപ്പോൾ ഈ തുകയുടെ ഒരു ഭാഗം എന്ന് പറയപ്പെടുന്ന ഹമാസിന്റെ ശൃംഖലകളിലേക്കും അവരുടെ തകർന്ന ഭീകര പശ്ചാത്തല സൗകര്യങ്ങൾ നിർമ്മിക്കുവാനും ഒക്കെ മാറ്റപ്പെടുന്നു എന്ന് സൗത്ത് ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഈ ഭീകരതയെ തടയണമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് അടക്കം ആഗ്രഹമുണ്ട്. എന്നാൽ അസീം മുനീറിനെ മറികടക്കുവാനുള്ള ധൈര്യമൊന്നും ഇവർക്കാർക്കും ഇല്ല എന്ന് കൂടി പറഞ്ഞോട്ടെ. പാക് ഭീകരർക്ക് ഹമാസ് പരിശീലനം നൽകുന്നു. ഹമാസിന്റെ പാക് ബന്ധം മറനീക്കിയിട്ട് പഹൽഗാം ഭീകരാക്രമണത്തോടു കൂടിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഹമാസ് ഇസ്രായേൽ ഉപയോഗിച്ചതിന് സമാനമായിട്ടുള്ള ആസൂത്രണവും തന്ത്രങ്ങളും പ്രകടിപ്പിച്ചതായിട്ട് അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുകയാണ്. കാശ്മീരിന് മുന്നിൽ നടന്നിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഭീകരാക്രമണം നിന്ന് വ്യത്യസ്തമായിട്ട് ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ്സ് പിന്തുടരുന്ന പ്രത്യേക യുദ്ധതന്ത്രങ്ങളാണ് ഭീകരർ പഹൽഗാമിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ഹമാസ് ഭീകരർ ഇസ്രായേൽ ചെയ്തതുപോലെ പഹൽഗാമിലെ ആക്രമണകാരികളും ഹെൽമറ്റിൽ ഘടിപ്പിച്ച ബോഡി ക്യാമറകളും ഉപയോഗിച്ച് തങ്ങളുടെ ആക്രമണത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും ചിത്രീകരിക്കുകയും സുരക്ഷാ സൈനികരെയും സാധാരണക്കാരെയും പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വീഴ്ത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും ചെയ്യുന്നു. അപ്പൊ പശ്ചാത്തലത്തിൽ മതപരമായിട്ടുള്ള സംഗീതം ഉൾപ്പെടുത്തി ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുവാനും തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുവാനും ഹമാസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തന്ത്രമാണിത്. സാധാരണയായിട്ട് കാശ്മീരിൽ ഭീകരർ വിവേചനമില്ലാതെ സുരക്ഷാ സേനയും സാധാരണക്കാരെയും ലക്ഷ്യമിടുമ്പോൾ പഹൽഗാമിൽ ഹമാസ് മോഡലിലുള്ള റിലീജിയസ് ട്രെയിനിങ് നടക്കുകയാണ്. ഇരകളെ നേരിട്ട് വെടിവെക്കുന്നതിന് മുൻപ് അവരുടെ ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിക്കുകയും മതപരമായിട്ടുള്ള ശ്ലോകങ്ങളോ വചനങ്ങളോ അതൊക്കെ ചൊല്ലാൻ നിർബന്ധിക്കുകയും ചെയ്ത ശേഷമാണ് ഭീകരർ ഈ ആൾക്കാരെ വധിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യൻ സംസ്കാരം ഇസ്രായേലിലെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ സമാധാനപരമായി പങ്കെടുത്ത ജനങ്ങളെ ഹമാസ് വേട്ടയാടിയതിൽ സമാനമായിട്ട് പഹൽഗാമിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ നിഷ്കളങ്കരായിട്ടുള്ള വിനോദസഞ്ചാരികളെയാണ് ഭീകരർ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത് എന്നതാണ്. അപ്പോൾ ഒരു പ്രദേശം പിടിച്ചെടുക്കുക എന്നതിലുപരി സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ കടുത്ത ഭീതി ജനിപ്പിക്കുക, പ്രദേശത്തെ സാമ്പത്തിക വ്യവസ്ഥയെയും ടൂറിസത്തെയും തകർക്കുക എന്നതായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇതിന്റെ പിന്നിൽ ലക്ഷ്യം. അപ്പൊ ആക്രമണത്തിന്റെ ആസൂത്രണത്തിനും കൃത്യമായിട്ടുള്ള ഏകോപനത്തിനുമായിട്ട് ഭീകരർ സാധാരണ ഫോൺ നെറ്റ്വർക്കുകൾക്ക് പകരം ഈ ഹൈലി എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ആപ്പുകളും സാങ്കേതിക വിദ്യകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് സുരക്ഷാ ഏജൻസികൾക്ക് ഇവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുന്നതിന് പ്രയാസകരമായി മാറുന്നുണ്ട്. ഈ ആക്രമണത്തിന് മാസങ്ങൾക്ക് മുൻപ് പാക് അധിനിവേശ കാശ്മീരിലെ റാവൽകോട്ട പോലുള്ള പ്രദേശങ്ങളിൽ വെച്ച് ഹമാസ് നേതാക്കളും പാക് ഭീകരരും തമ്മിൽ സംയുക്ത യോഗങ്ങൾ നടന്നിരുന്നു. അന്ന് നടന്ന ഈ ക്യാമ്പുകളിൽ വെച്ച് ഹമാസ് നൽകിയ പ്രത്യേക പരിശീലനമാണ് ഈ പുതിയ ആക്രമണ ശൈലിക്ക് പിന്നിലെന്ന് സംശയിക്കുന്നുണ്ട്. പാക് ISI സമ്പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന അസീം മുനീറാണ്. അതുകൊണ്ട് തന്നെ അയാൾ അറിയാതെ ഒരു പരിപാടിയും ഇവിടെ നടക്കാറില്ല. മാത്രമല്ല ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നോടിയായിട്ട് അസീം മുനീർ നടത്തിയ ചില പ്രസംഗങ്ങൾ അത് ശരിക്കും പ്രകോപനപരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കവും സംശയവുമില്ല. അപ്പോൾ ഈ രീതിയിൽ നോക്കിയാൽ അസീമിന്റെ ഹമാസ് ബന്ധം എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് അടുത്ത ബന്ധമാണ് അസീം മുനീറിന്. 2025 ജൂണിൽ അസീം മുനീർ വാഷിംഗ്ടൺ സന്ദർശിച്ചപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ വൈറ്റ് ഹൗസിലേക്ക് ഒരു സ്വകാര്യ ഉച്ചഭക്ഷണം വിരുന്നിനായിട്ട് ക്ഷണിച്ചിരുന്നു.
ഒരു രാജ്യത്തിന്റെ സൈനിക ഭരണത്തലവൻ അല്ലാത്ത ഒരു സാധാരണ പാക് സൈനിക മേധാവിക്ക് വൈറ്റ് ഹൗസിൽ ഇത്തരം ഒരു സ്വീകരണം ലഭിക്കുന്നത് ആദ്യമായിട്ടാണ്. പാക് പ്രധാനമന്ത്രിക്ക് അല്ല, പാകിസ്ഥാന്റെ നിയന്ത്രണമെന്ന് പരോക്ഷമായിട്ട് സമ്മതിക്കുന്ന ഒരു കൂടിക്കാഴ്ച കൂടിയായിരുന്നു അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള മുൻകാല സൈനിക സംഘർഷങ്ങൾ പാകിസ്ഥാൻ കാണിച്ച സംയമനത്തിന് നന്ദി പറയുവാനാണ് ട്രംപ് മുനീറിനെ വിരുന്നിന് ക്ഷണിച്ചത് അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞത് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. അസീം മുനീറിന്റെ സൗഹൃദത്തിന് പിന്നിൽ വലിയൊരു ക്രിപ്റ്റോ കറൻസി നയതന്ത്ര ബന്ധം അടക്കം ഇതിനകത്തുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബത്തിന് 60% ഓഹരി പങ്കാളിത്തമുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന US ക്രിപ്റ്റോ കറൻസി കമ്പനിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പാകിസ്ഥാനും വലിയൊരു ക്രിപ്റ്റോ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കരാറിന് മുന്നോടിയായിട്ട് പാകിസ്ഥാനിൽ നിലനിന്നിരുന്ന 8 വർഷത്തെ ക്രിപ്റ്റോ കറൻസി നിരോധനമടക്കം അസീം മുനീറിന്റെ പ്രത്യേക താല്പര്യപ്രകാരം സൈന്യം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ട്രംപ് കുടുംബത്തിന്റെ USSD1 എന്ന സ്റ്റോബിൾ കോയിൻ പാകിസ്ഥാന്റെ ഡിജിറ്റൽ ഇടപാടുകളിൽ ഉപയോഗിക്കുവാനാണ് ഈ കരാർ ഉണ്ടാക്കിയത്. അസീം മുനീറും US പ്രതിനിധികളും തമ്മിൽ ഒപ്പിട്ടതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണിത്. അപ്പോൾ വൈറ്റ് ഹൗസിലെ വിരുന്നിലും ക്രിപ്റ്റോ കറൻസി പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ട്രംപ് കുടുംബത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ട് സഹായിക്കുവാനുള്ള അസീം മുനീറിന്റെ തന്ത്രമാണ് ഇതെന്നുള്ള വിമർശനം വരുന്നുണ്ട്. ഒപ്പം തന്നെ ഭീകരതയ്ക്കുള്ള ഫണ്ടിങ്ങും കൃത്യമായിട്ട് നടക്കും. കർശനമായിട്ടുള്ള അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനങ്ങളെ വെട്ടിച്ച് കള്ളപ്പണം വെളുപ്പിക്കുവാനും ഭീകരവാദ പ്രവർത്തനങ്ങൾ ഫണ്ട് നൽകുവാനും ഒക്കെ ഈ ക്രിപ്റ്റോ ഇടപാടുകൾ അതുവഴി പാകിസ്ഥാന് സാധിക്കുമെന്ന് സുരക്ഷാ ഏജൻസികളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആശങ്കകളായിട്ട് നിലനിൽക്കപ്പെടുകയാണ്. ഇതും ഹമാസിന് തുണയാവുകയാണ്. കാരണം ഹമാസിന്റെ രഹസ്യ ഇടപാടുകൾ മുഴുവൻ ക്രിപ്റ്റോ വഴിയാണ് ലഭിക്കുന്നത്. അപ്പോൾ അത്തരം സാമ്പത്തിക കൈമാറ്റത്തിനുള്ള ഒരു മറ കൂടിയാവുകയാണ് അവർക്ക് പാകിസ്ഥാൻ ബന്ധമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ഇസ്രായേൽ കൃത്യമായിട്ട് മണത്തറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രംപിന്റെ സുഹൃത്താണ് എന്നും അതും നോക്കാതെ അവർ അസീമിനെ ടാർഗറ്റ് ചെയ്തത്. ഭാവിയിലെ പാക് പ്രസിഡന്റ് പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു ഭീഷണിയും ഇസ്രായേൽ ഭയക്കുന്നുണ്ട്. അപ്പൊ അധികം വൈകാതെ അസീം മുനീർ പാകിസ്ഥാന്റെ അധികാരം പിടിച്ചെടുക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. പട്ടാള മേധാവികൾ പലതവണ അട്ടിമറിച്ച ജനാധിപത്യമാണ് പാകിസ്ഥാനിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പോ ഇവിടെ മുനീർ പാകിസ്ഥാന്റെ അധികാരം പിടിക്കുമെന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പട്ടാള മേധാവിമാർ പലതവണ ഇത്തരത്തിൽ അട്ടിമറി വിജയങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഇവിടെ മുനീർ ഇങ്ങനെ കരുത്തനാവുന്ന ഫലത്തിൽ പാക് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. പാകിസ്ഥാന്റെ 78 വർഷത്തെ ചരിത്രത്തിൽ പകുതിയിലധികം കാലവും രാജ്യം ഭരിച്ചത് നേരിട്ടുള്ള പട്ടാള ഭരണമാണ്. അന്ന് 3 പ്രധാന അട്ടിമറികളാണ് പാക് ജനാധിപത്യത്തെ തകർത്തത്. 1958 ഫീൽഡ് മാർഷൽ അയ്യൂബ് ഖാൻ ആദ്യത്തെ ജനാധിപത്യ സർക്കാരിനെ പുറത്താക്കി ഭരണം പിടിച്ചു. 1977 ജനറൽ സിയാഉൽ ഹക്ക് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടയെ അട്ടിമറിക്കുകയും പിന്നീട് അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു. 1999 പോയി കഴിഞ്ഞാൽ ജനറൽ പർവേഷ് മുഷറാഫ് നവാസ് ഷെരീഫ് സർക്കാരിനെ പുറത്താക്കി ഭരണം പിടിച്ചെടുത്തു. ഇതുകൂടാതെ ജനാധിപത്യ സർക്കാരുകൾ അവിടെ ഭരിച്ചു തുടങ്ങിയിരുന്നു. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ജനാധിപത്യ സർക്കാരുകൾ അധികാരത്തിലെത്തുമ്പോഴും ഉള്ളപ്പോഴും ഭരണം നിയന്ത്രിക്കുന്ന റാവൽപിണ്ടി എന്ന പാക് സൈനിക ആസ്ഥാനത്ത് നിന്നാണ് എന്നുള്ളതാണ്. അതായത് തന്റെ മുൻ സൈനിക മേധാവിമാരെക്കാൾ വേഗത്തിലാണ് അസീം മുനീർ രാജ്യത്തെ സകല അധികാരങ്ങളും തന്റെ കൈപ്പടിയിൽ ഒതുക്കിയത് എന്നുള്ളതാണ്. നിലവിലെ ഷഹബാസ് ഷെരീഫ് സർക്കാർ പൂർണ്ണമായിട്ടും അസീം തണലിലാണ് നിലനിൽക്കുന്നത്. പ്രധാനമന്ത്രിയേക്കാൾ വിദേശ നയതന്ത്ര ചർച്ചകളും സാമ്പത്തിക കരാറുകളും ഒക്കെ തകർച്ച പരിഹരിക്കാനെന്ന പേരിൽ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ കൗൺസിൽ നിയന്ത്രിക്കുന്നത് ഇതേ സൈന്യമാണ്. ഇനി ഈ കൃഷി, ഖനനം, IT, ഊർജം തുടങ്ങിയ പ്രധാന മേഖലകളെല്ലാം തന്നെ മുനീറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള അടുത്ത ബന്ധവും ക്രിപ്റ്റോ കറൻസി കരാറുകളും മുനീറിന് അടുത്ത അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു പ്രതിച്ഛായയും സൈന്യത്തിന് വലിയ സാമ്പത്തിക സ്രോതസ്സും ഒക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവും തർക്കവുമൊന്നുമില്ല. ജനാധിപത്യത്തിലെ പ്രതിഷേധ ശബ്ദങ്ങളെ എല്ലാം മുനീർ അടിച്ചമർത്തുകയാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ടുള്ള PTIയെയും രാഷ്ട്രീയമായിട്ടും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മുനീർ സഖ്യം കോടതികളും കടുത്ത നിയമങ്ങളും ഉപയോഗിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പാക് സുപ്രീം കോടതിയുടെ തീരുമാനങ്ങളെ പോലും സൈന്യം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്നു. സൈന്യത്തെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകർ തടവിലാക്കപ്പെടുകയോ കാണാതാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. അടുത്തിടെ അസീം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി നൽകുവാനുള്ള നീക്കങ്ങൾ നടന്ന സൈന്യത്തിന് മുകളിൽ മറ്റൊരു ശക്തിയും ഇല്ലെന്ന് ഉറപ്പിക്കാനാണ്. ഔദ്യോഗികമായിട്ടൊരു അട്ടിമറി നടത്തി ഭരണം പിടിച്ചെടുത്തില്ലെങ്കിൽ പോലും നിലവിൽ പാകിസ്ഥാന്റെ യഥാർത്ഥ ഭരണാധികാരി എന്ന് പറയപ്പെടുന്ന അസീം മുനീർ തന്നെയാണ്. അപ്പൊ തങ്ങളുടെ ശത്രുക്കളെ നിഷ്കരണം വേട്ടയാടി കൊല്ലുക എന്നതാണല്ലോ ഇസ്രായേലിന്റെയും മൊസാദിന്റെയും ഒക്കെ രീതി എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ അസീം മുനീറിനെ മൊസാദ് നോട്ടമിട്ടിരിക്കുന്നു. അതായത് അസീം മുനീറിനെ ഏത് സമയത്തും കൊല്ലാവുന്ന തരത്തിലേക്ക്, കൊന്നു തള്ളാൻ പോകുന്ന തരത്തിലേക്ക് മൊസാദ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നാളുകളിൽ എണ്ണപ്പെട്ടു എന്ന് തന്നെയാണ് പല നിരീക്ഷകരും കരുതുന്നത്. അസീം മുനീർ ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലപ്പെടാം. ഇന്ത്യയുടെ ശത്രുക്കൾ പോലും ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വെച്ച്
അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന കാലമാണല്ലോ. അവിടെയാണ് അസീം മുനീറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മൊസാദ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അസീം മുനീറിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകുന്നില്ല. മരണം പതിയിരിക്കുന്നുണ്ട് അസീം മുനീറിനെ, നടക്കുന്ന വഴികളിൽ തന്നെയാണത് എന്നുള്ള കാര്യത്തിൽ തർക്കം.